അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വീട്ടിൻ്റെ മേലെ സോളാർ പാനൽ വെക്കുന്ന സ്ട്രക്ചർ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ വണ്ടി നമ്മളിതാ നമ്മുടെ മുറ്റത്ത് കയറ്റി നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. വണ്ടി തിരിച്ചുകൊണ്ട് ഇരിക്കുന്ന നേരത്തെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇറക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. ഇതാ നമ്മുടെ ഇനി സോളാർ പാനൽ കെട്ടിയ കെട്ട് നമുക്ക് അഴിക്കുന്നു. അഴിച്ചതിന് ശേഷം നമ്മളിതാ വണ്ടി നേരെ ഇറക്കുന്നു കേട്ടോ. വണ്ടി നമ്മളിതാ ഒരു സോളാർ പാനൽ സൂക്ഷിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഓരോന്നോരോന്ന് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ അവസാനത്തെ പാനൽ എന്ന് പറയുന്നത് കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ് നമ്മുടെ അവസാനത്തെ പാനൽ. ഇനി ഇത് കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാനൽ മൊത്തം വീട്ടിൻ്റെ മേലെയോട്ട് നമ്മൾ കയറ്റണം. നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ പാനലും കൂടി ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ സോളാർ പാനലുകൾ വീട്ടിൻ്റെ മേലെയോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ സോളാർ പാനൽ വെച്ചിരിക്കുന്നത്. ഇവിടെ ചറപറ ആർട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഗൈസ് നമ്മളിത് സോളാർ പാനലൊക്കെ അവിടെ ഇവിടെ ആയിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വയറിംഗ് ഒക്കെ നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നത്. കണക്ഷൻസ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ബോഡി ഈ സ്ട്രക്ചറിൽ ഇറക്കിയെന്ന് പറയുന്നത്. ഇത് ലൈറ്റിനിങ് അറസ്റ്ററിൻ്റെ കേട്ടോ, കോപ്പർ വരുന്നത്. ഇത് നമ്മൾ നേരെ നമ്മുടെ അവിടെ അപ്പുറത്തെ ഭാഗത്തിൽ ഒരു എർത്ത് കുഴി ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പെരും ചൂടാട്ടോ അവിടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും. പെരും ചൂടാട്ടോ അവിടെ നമ്മൾ ഒന്നാമത് സോളാർ പാനൽ വെക്കുന്നത്. നല്ല വെയിലും. ഇപ്പോൾ പണിക്കാർ വന്നു, മേലേക്ക് വീണ്. മൂപ്പരുടെ കയ്യിലുള്ളതാണ് കേട്ടോ നമ്മുടെ ലൈറ്റിംഗ് അറസ്റ്റർ എന്ന് പറയുന്നത്. പ്ലഗ് കൊടുത്തു, ഡ്രില്ല് ചാർജ് ചെയ്തു. ഓരോ ടൂൾസായിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുമ്പിലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബോഡിയിലെ എർത്ത് നമ്മൾ കണക്ട് ചെയ്യാണ്. നമ്മളത് അങ്ങനെ അത് കൊടുത്തു കേട്ടോ. ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ മേലത്തെ ലൈറ്റിനിങ് അറസ്റ്ററിൻ്റെ ബേസ് അവിടെ സ്ക്രൂ ഇട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹോളൊക്കെ കുറച്ച് ചെറുതായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഒന്ന് വലുതാക്കാൻ വേണ്ടി ബാറ്ററി കാറിന് ഡ്രില്ലിട്ടിട്ട് ഒന്ന് വലുതാക്കുക കേട്ടോ. നമ്മളുടെ മേലെന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബോൾട്ടിട്ട് ടൈറ്റ് ആക്കാൻ പോരട്ടിന്
ഓട്ട കുറച്ചും കൂടി വലുതാക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി വലുതാക്കി എന്താ ബോൾട്ട് ഇട്ട് വെക്കുകയാണ്. ഓക്കെ, കൃത്യമായി അപ്പോൾ ടൈറ്റാക്കി ലൈറ്റിനിങ് അറസ്റ്ററിൻ്റെ പരിപാടി കേട്ടോ. കോപ്പറൊന്ന് ചുറ്റി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ചുറ്റുണ്ടാകുന്ന രീതിയിൽ അങ്ങനെ ചുറ്റി എടുക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കതിൽ കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ലൈറ്റിനിങ് അറസ്റ്റർ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റിനിങ് അറസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, നമുക്ക് ഈ സോളാർ പാനലിലേക്കൊക്കെ ഇടിമിന്നലൊക്കെ വെട്ടുമ്പോൾ ഈ ലൈറ്റിനിങ് അറസ്റ്ററുകൾക്ക് പോയി നേരെ നമ്മുടെ ഭൂമിൻ്റെ അടിയിലേക്ക് ഈ എർത്ത് വീലേക്ക് നേരെ തള്ളുന്നു. അതാണ് ഈ ലൈറ്റിനിങ് അറസ്റ്റർ കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു, അതുകൊണ്ടാണ് നമുക്ക് ഈ വഴുകി വീഡിയോസൊക്കെ വരുന്നത് കേട്ടോ. കാരണം പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, വീഡിയോസ് ഇടണം, ട്യൂഷൻ ഉണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ഈ സ്കൂളും ട്യൂഷനും ഒരുമിച്ച് ലീവ് കിട്ടുമ്പോൾ മാത്രമേ എനിക്ക് വീഡിയോസ് എന്നീ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെറുതായിട്ട് ക്ഷമിക്കണേ. ലൈറ്റിനിങ് അറസ്റ്റർ ഫിറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി സെൻറ്ററിൽ ക്ലാമ്പ് അടിക്കുകയാണ്. അതായത് സോളാർ പാനൽ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ക്ലാമ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. നമ്മുടെ സൂര്യനൊക്കെ ചെറുതായിട്ട് താഴ്ന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളൊരു ക്ലാമ്പ് അടിച്ചിരുന്നു, രണ്ടാമത്തെ ക്ലാമ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. മൂന്നാമത്തെ എടുത്തു വെച്ചു, സ്ക്രൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ സോളാർ പാനൽ പിടിച്ചു. ഇപ്പോൾ നമ്മുടെ ഫ്രെയിമിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ക്ലാമ്പുകളൊക്കെ ലൂസാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഈ സോളാർ പാനലൊക്കെ നിരത്തി വെച്ചിട്ട് വേണം നമുക്ക് ഇത് ടൈറ്റാക്കി വെക്കാൻ കേട്ടോ. ഓക്കെ, അളവൊക്കെ നോക്കി കൃത്യമാക്കി വെക്കാനുണ്ട് നമുക്ക് സോളാർ പാനുകൾ. ഓരോന്ന് നോക്കി ഇത് തള്ളുകയാണ് കേട്ടോ. സോളാർ പാൻ എടുത്തിട്ട് ഇത് ക്ലിപ്പിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ സോളാർ പാനൽ നേരെ ക്ലിപ്പിൽ കയറി നിന്നിട്ടുണ്ട്.
ഇനി അത് ടൈറ്റ് ആക്കുന്നു കേട്ടോ. ടൈറ്റ് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ടൈറ്റ് ആക്കുകയാണ്. പണികളൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെ ചെയ്തു തന്നവർ. എല്ലാ സൈറ്റുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെ നമുക്ക് പരിപാടി ചെയ്തു തരുന്നത്. മൂപ്പരാളെ കോണ്ടാക്ട് ചെയ്താൽ മതി. എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു തരാം എന്ന് മൂപ്പരാൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് അവിടെ 3 ടൈറ്റ് ചെയ്തു. ഇനി അപ്പുറത്ത് നമ്മൾ ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ടൈറ്റ് ആക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ടൈറ്റ് ആക്കി നോക്കുകയാണ്. പിന്നെ ഇതാ അടുത്തതിൽ പോയി അടുത്ത ടൈറ്റ് ആക്കുകയാണ് കേട്ടോ. നമ്മുടെ അടുത്ത് പാനെടുത്തു. എന്താ പിടിച്ച് നേരെ കയറ്റിയിട്ടുണ്ട് കേട്ടോ സ്ട്രക്ചറിലേക്ക്. നമ്മളെല്ലാം പിടിച്ച് വയ്ക്കുക. അതിനുശേഷം ഇതാ അങ്ങനെ അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, വെച്ചു. അതിലേക്ക് ഉള്ളി ആ ലോക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സോളർ പാനൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫിക്സായി തള്ളി. ക്ലാമ്പുകളൊക്കെ അടിക്കാൻ വേണ്ടി ഇനി ഓക്കെ, നമ്മൾ ക്ലാമ്പ് അടിക്കാൻ പോകാണ് കേട്ടോ. ക്ലാമ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുറത്തും നമ്മൾ ടിപ്പ് വെച്ച് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത സോളാർ പാനൽ പിടിച്ചു. നേരെ പിടിച്ച് നേരെ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കാൻ പോകും കേട്ടോ. നമ്മുടെ ഒരു ഭാഗം ഫില്ലായിട്ടോ. അങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തെ ഭാഗം ഫില്ലായിട്ടുണ്ട്. ഇനി അപ്പുറത്തും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ടൈറ്റ് ആക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ക്ലിപ്പ് ഇത് ടൈറ്റ് ആക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് അളവൊക്കെ നോക്കി സോളാർ പാനലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് നോക്കി. അപ്പോൾ നമ്മൾ ഇനി അതിൽ പിടിപ്പിക്കാൻ പോകണം കേട്ടോ. അത് ടൈറ്റ് ആക്കാൻ പോകണം. ഇതാ അടുത്തത് പിടിച്ചു. ഇതാ വയ്ക്കാൻ പോകണം കേട്ടോ. ഇതാ സ്ട്രക്ചറിലേക്ക് വെച്ചു, നീക്കി. ഇത് ടൈറ്റ് ആക്കാൻ പോകണം. ഇപ്പോൾ മൊത്തം 4 പാനൽ വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് 2 പാനൽ കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ.
ഓക്കെ, ഞാനങ്ങനെ ഇതാ സ്ട്രെയിറ്റ് ആക്കി വെച്ചു എന്നൊക്കെ അങ്ങനെ ഒരു തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ക്രൂ എടുത്തു, ആ സോളാർ പാനൽ നമ്മൾ ടൈറ്റാക്കി. ഞാനത് എത്തി. ഞാൻ സ്കൂളിൽ ട്യൂഷന് പോയിക്കിരുന്നു. നമ്മളത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ നോക്കട്ടോ. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ തന്നെ അവസാനത്തെ സോളാർ പാനലിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ അടുത്തത് ഞാൻ എൻ്റെ മിസ്സിങ് നമ്മളിതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ സോളാർ പാനലും കൂടി അതിലേക്ക് കയറ്റി, സ്ട്രക്ചറിലേക്ക് കയറ്റി. ഇതാ വേറെ എൻഡ് ക്യാപ്പിട്ട് ടൈറ്റാക്കി. പിന്നെ നമ്മളിതാ അത് നമ്മുടെ എൽക്കോമായിട്ട് തന്നെ ഒരു പിന്നാണത്. അത് മൂപ്പരാൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് ഏട്ടന്മാർ വളരെ ഫ്രണ്ട്ലിയാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഒരു പിന്നെ, അതായത് ഈ എന്താ പറയുക, അതിൻ്റെ പേരൊക്കെ കൃത്യമായിട്ട് അറിയില്ല, അത് കയറ്റി വെച്ച് സ്യൂട്ടാവുണ്ടോ നോക്കി വെച്ചു. ഇത് വയ്ക്കുമ്പോൾ അങ്ങനെ വെച്ച് നോക്കിൻ്റെ ഓക്കെ. പിന്നെ ഇത് ടൈറ്റ് ആക്കുന്ന വെച്ച് നമ്മൾ നന്നായി പഞ്ച് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, അങ്ങനെ പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് എടുക്കാം. ഓക്കെ, നമുക്കങ്ങനെ നന്നായി രീതിയിൽ ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് സൈഡ് ഇതേമാതിരി ചെയ്തു. പ്രസ് ചെയ്തമാതിരി പഞ്ച് ചെയ്ത് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. പഞ്ച് ചെയ്തു കേട്ടോ. ഇവിടെയും നമ്മളതങ്ങനെ അപ്പുറം ചെയ്തമാതിരി ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഒന്നും കൂടി ഒന്ന് പഞ്ച് ചെയ്യണം. ഓക്കെ, പഞ്ചായത്തിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് ടൈയൊക്കെ അടിച്ച് വൃത്തിയാക്കി വെക്കണം കേട്ടോ. അവിടെ ടൈ അടിച്ച് വെക്കാൻ കേട്ടോ. നല്ല രീതിയിൽ ടൈറ്റാക്കി വെച്ചു. സ്റ്റെപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ. അപ്പുറത്ത് നമ്മൾ നേരത്തെ അറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ബോഡിക്ക്, അതിൻ്റെ മറ്റേ എന്താണ് സ്ക്രൂ ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്രൂത്തെ പ്ലാസ്റ്റിക് എടുത്താണ് ഒന്നും കൂടി അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ വീട്ടിൽ നമ്മൾ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ
ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന കമ്പനിയുടെ സോളാർ പാനലും ഇൻവെർട്ടറും നമ്മോട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ഇവിടെ വെച്ചിരുന്ന ആൾക്കാരെ തന്നെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വെക്കാം കേട്ടോ. അപ്പോൾ ഇദ്ദേഹമാണ് നമുക്ക് ഇവിടുത്തെ വയറിംഗ് ഒക്കെ ചെയ്തു തന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ എത്ര കെ വി വെച്ചിരിക്കണ്ടേ? അതായത് എത്ര കെ വി എന്നല്ല നമ്മൾ കണക്കാക്കുക. ആദ്യം നമ്മൾ വീട്ടിലേക്ക് എത്ര യൂണിറ്റ് നമുക്ക് പെർ ഡേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ പാനൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ളത് നമുക്ക് 4000 രൂപയാണ് കറണ്ട് ബില്ല് വരുന്നതാണ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം 4000 രൂപ വരെ ആയതുകൊണ്ട് നമ്മൾ 3 കിലോ വാട്ടിൻ്റെയാണ് പാനൽ നമ്മൾ വെച്ചിരിക്കുന്നത്. അതായത് 550 വാട്ടിൻ്റെ 6 പാനലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 3.3 കിലോ വാട്ടാണ് ടോട്ടൽ ഔട്ട്പുട്ട് വരിക. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന കമ്പനിയുടെ പാനലാണ്. അത് മോണോപർക്ക് ഹാഫ് കട്ട് ബൈഫിഷ്യൽ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബൈഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതോടൊപ്പം താഴെ നിന്ന് ലൈറ്റ് റിഫ്ലക്ഷൻ അടിച്ചിട്ട് താഴെ നിന്ന് നമുക്കൊരു 20-25% പ്രൊഡക്ഷൻ കൂടി അധിക പ്രൊഡക്ഷൻ കൂടി കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ദിവസം 1 കിലോ വാട്ടിൽ നിന്ന് നമുക്ക് 4 തൊട്ട് 6 യൂണിറ്റ് വരെ ഒരു ദിവസം 1 കിലോ വാട്ടിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് 3 കിലോ വാട്ടാണ്. അപ്പം ഏകദേശം 18 യൂണിറ്റ് വരെ പെർ ഡേ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ഇവിടെ വെച്ചിട്ട് എത്ര പാനൽ വെച്ചിട്ടുണ്ടാവും? നമ്മൾ 550 വാട്ട്സിൻ്റെ 6 പാനലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പാനലിന് എത്ര കിട്ടും? ഒരു പാനൽ 550 വാട്ട്സ്. ഓക്കെ, അപ്പോൾ 550 വാട്ട്സ് കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ എന്തൊക്കെ വെച്ചിരിക്കും നമ്മൾ? അതായത് ഒരു തലക്കെട്ടോട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം സ്ട്രക്ചർ വിരിച്ച് പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 6ൻ്റെ DC കേബിൾ വഴി നമ്മൾ DC DBയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ DC DBയിൽ വന്നതിന് ശേഷം സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സ്ട്രിങ് ആയിട്ട് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് വരും. ഈ ഇൻവെർട്ടറിലേക്ക് വരുന്ന ഈ കറണ്ട് ഇൻവെർട്ടർ നമ്മൾ DC-യെ AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് നേരെ അവിടെ നിന്ന് AC DBയിലേക്ക് പോകും. AC DBയിൽ നിന്ന് തിരിച്ച് നമ്മുടെ നമ്മുടെ എനർജി മീറ്റർ വരുന്നത്. ഈ എനർജി മീറ്ററിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുന്നത്. എനർജി മീറ്റർ വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര യൂണിറ്റ് നമ്മുടെ പ്ലാന്റിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടി എന്ന് അറിയാൻ വേണ്ടിയാണ് എനർജി മീറ്റർ വയ്ക്കുന്നത്. കാരണം നമ്മൾ ഇതിന് ശേഷം ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ മീറ്റർ മാറ്റിയിട്ട് നെറ്റ് മീറ്റർ KCB ആയിരുന്നു. ഈ നെറ്റ് മീറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലുള്ള ഉപയോഗവും നമ്മുടെ പ്രൊഡക്ഷനും ഒക്കെ അതിനകത്താണ് രേഖപ്പെടുക. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 10 യൂണിറ്റാണ് ഇന്ന് പ്രൊഡക്ഷൻ ചെയ്തെങ്കിൽ നമ്മൾ ഇതിനകത്ത് 6 യൂണിറ്റ് യൂസ് ചെയ്യുമെങ്കിൽ ബാക്കി 4 യൂണിറ്റാണ് കയറി പോവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് നമ്മുടെ പുതിയ വരുന്ന നെറ്റ് മീറ്ററിലാണ് വരിക. ടോട്ടൽ പ്രൊഡക്ഷൻ അറിയണമെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന എനർജി മീറ്ററിലാണ് കിട്ടുക. എന്നെ കുറിച്ചാണ് ഈ വെയിൽ കാലത്താണ് നമുക്ക് കൂടുതൽ സോളാർ പാനൽ ഉപയോഗിക്കുക. അപ്പോൾ ഈ മഴക്കാലത്ത് എത്ര പ്രൊഡക്ഷൻ കിട്ടും നമുക്ക് ഈ സോളാർ പാനൽ? മഴക്കാലത്ത് എത്ര യൂണിറ്റ് വരെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡിങ് പവർ ക്ലൈമറ്റാണ്. നമ്മൾ ചില സമയത്ത് നല്ല ശക്തമായ മഴയുണ്ടാവും, ഇരുള് മൂടിയ കാലാവസ്ഥയായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ 4 യൂണിറ്റ് പോയിട്ട് 2 യൂണിറ്റ് വരെ കഴിഞ്ഞ 1 കിലോ വാട്ട് വരെ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന മീറ്റർ ഏതാണ്? ഈ ഇൻവെർട്ടർ ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ഇൻവെർട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര വാറണ്ടി കിട്ടും നമുക്കിതിൽ? വാറണ്ടി കമ്പനി നമുക്ക് 10 വർഷമാണ് ഇൻവെർട്ടറിന് വാറണ്ടി പറഞ്ഞത്. സോളാർ പാനലിന് ടോട്ടൽ 25 വർഷം. എന്ന് വെച്ചാൽ ആദ്യത്തെ 12 വർഷം റീപ്ലേസ്മെൻറ്റും പിന്നെയുള്ള 13 വർഷം പെർഫോം വാറണ്ടിയാണ്. അങ്ങനെ 12 + 13 25 വർഷമാണ് വാറണ്ടി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിന് മൊത്തം എത്ര എർത്ത് വരുന്നുണ്ട്? എർത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഒരു ലൈറ്റിംഗ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മോള് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ട്രക്ചർ എർത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഒരു DC എർത്ത്, തനിയൊരു DC എർത്ത് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ AC എർത്തിന് കോമൺ ആയിട്ട് ഒരു AC എർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം നമ്മൾ 4 എർത്ത് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കുന്നത്, അതായത് ഇവിടുന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്ന എർത്ത് ഇപ്പോൾ KCBക്ക് എങ്ങനെയാണ് നമുക്ക് പോകുന്നത്? നമ്മളെ ഈ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന കറണ്ട് KCBക്ക് എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മീറ്റർ വഴി നമ്മൾ വയ്ക്കുന്ന പുതിയ നെറ്റ് മീറ്റർ വഴി നമ്മൾ സർവീസ് വയർ വഴി തന്നെയാണ് കയറുന്നത്. അത് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് മൊത്തം ഈ നമ്മുടെ മെഷീനിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് അല്ല നമ്മൾ ശരിക്കും കൊടുക്കുന്നത് പറയുന്നത്. ഇത് നമ്മുടെ മെഷീനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ ത്രൂ ഗ്രിഡിലേക്ക് കൊടുക്കുകയാണ്. അതിൽ കൂടെ നമ്മൾ ഗ്രിഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു, അധികം ഉള്ളത് ഗ്രിഡിലേക്ക് കയറി പോകുന്നു. ഇനി നമ്മുടെ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ കറണ്ടാണ് നമ്മൾ വീട്ടിൽ ഉപയോഗം ചെയ്യുന്നതെങ്കിൽ ഗ്രിഡിൽ നിന്ന് തിരിച്ചെടുക്കുകയും ചെയ്യും.
അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇവിടെ നെറ്റ് മീറ്റർ എന്ന് പറയുന്ന ഒരു മീറ്റർ ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഈ മീറ്റർ ഇപ്പോൾ നമുക്ക് മാറ്റുമോ? ഈ മീറ്റർ മാറ്റും. ഈ പഴയ മീറ്റർ മാറ്റിയിട്ട് നെറ്റ് മീറ്റർ വരും. അത് KCB ആഡ് ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇതേമാതിരി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയും ഇത് വെച്ചത് ആരാണെന്ന് അറിയാൻ വേണ്ടിയും നിങ്ങൾക്ക് വീട്ടിൽ വെക്കണമെന്ന് ഉണ്ടെങ്കിലും ഞാൻ അടിയിൽ നമ്പർ കൊടുക്കുന്നതാണ്, അവർക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. ശരി.